മരട് ചമ്പക്കര കനാലിന്റെ കനാൽ റോഡ് തകർന്ന് കനാലിൽ പതിച്ചു. നൂറുകണക്കിന് വാഹനങ്ങൾ ചമ്പക്കര മത്സ്യ മാർക്കറ്റിലേക്ക് പോകുന്ന റോഡാണ് കനാലിലേക്ക് പതിച്ചത്. നിരവധി വാഹനങ്ങൾ കനാലിന്റെ വശത്ത് പാർക്ക് ചെയ്യുന്ന പ്രദേശം കൂടിയായിരുന്നു. ഒരു കാർ മാത്രം അപകടത്തിൽപ്പെട്ടുവെങ്കിലും കേടുപാടുകളൊന്നും കൂടാതെ നാട്ടുകാർ എടുത്തുമാറ്റി. മരട് നഗരസഭയുടെ 2-4 ഡിവിഷനുകൾ ഉൾപ്പെടുന്ന കനാൽ പ്രദേശത്തെ 62 ലക്ഷം രൂപ മുടക്കി കൈവരി നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടനം ചെയ്തിട്ട് മാസങ്ങൾ മാത്രമേ ആയുള്ളൂ. അതും തകർന്ന് വെള്ളത്തിലായി. കനാൽ റോഡിൽ ഗതാഗതം പൂർണ്ണമായും മരട് നഗരസഭ നിരോധിച്ചിരിക്കുകയാണ്. കനാൽ തീരത്ത് താമസിക്കുന്ന വീടുകളെല്ലാം അപകട ഭീഷണിയിലാണ്. കനാലിന്റെ തകർന്ന സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത് ഉൾനാടൻ ഗതാഗത വകുപ്പാണ്. നിർമ്മാണത്തിലെ അപാകതയാണ് തകരാൻ കാരണമെന്ന് പരിസരവാസികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. 5:30 മണിക്കാണ് എന്നെ ഇവിടെയുള്ള പരിസരവാസികൾ വിളിച്ച് വിവരം പറയുന്നത്. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോഴേക്കും ഈ ഭാഗം അധികം ഇടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഒന്ന് ചായവും മാത്രം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാനൊരു 7 മണി നിൽക്കുന്ന സമയത്ത് തന്നെ ഇത് പെട്ടെന്ന് അങ്ങോട്ട് വീഴുകയും ഈ മരങ്ങളടക്കം അങ്ങോട്ട് കടപുഴി വീഴുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒക്ടോബർ മാസത്തിൽ ഇൻലാൻഡ് വാട്ടർ അതോറിറ്റിക്ക് ഇത് കൊടുത്തിട്ടുണ്ട്, വർക്കിൻ്റെ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വിളിച്ച് ചോദിച്ചപ്പോഴും പറഞ്ഞത് അവർക്ക് 22 വർക്കോളം പെൻഡിങ് ഉണ്ട്, അതിനുശേഷം മാത്രമായിരിക്കും നമ്മുടെ വർക്ക് ചെയ്യാൻ സാധിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് GCD നിന്ന് 1 കോടി രൂപ സൗന്ദര്യവൽക്കരണത്തിന് പാസ്സായിട്ടുണ്ട്. പക്ഷേ അത് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും ഈ ഭിത്തി ശരിയാക്കാണ്ട് നമുക്കത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുമാണ്. അപ്പോൾ അവരോട് അത് അത്യാവശ്യമായിട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ മാസം എന്തായാലും അത് നമുക്ക് ചെയ്തു തരാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആ പ്രമേയത്തിന് ഞാനാണ് പിന്താങ്ങിക്കൊണ്ട് തൊട്ടടുത്തുള്ള ഷീജ സാൽകുമാറാണ് അതിനുശേഷമാണ് ഈ നടപടികൾ ഉണ്ടായത്. ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് അത് പ്രമേയം പാസ്സാക്കിയത്. ഇല്ല, അത് കറക്റ്റായിട്ട് നടക്കണമുണ്ട്. നമ്മൾ ഫെബ്രുവരി മാസത്തിൽ അതിൽ കൗൺസിൽ ഒന്നുകൂടി അത് ചർച്ച ചെയ്തതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അവരോട് അടിയന്തരമായിട്ട് നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ അവർ പറഞ്ഞത് 22 വർക്കോളം അവർക്ക് ഓൾറെഡി ഹെവി ആയിട്ട് വർക്ക് പെൻഡിങ് എമർജൻസി വർക്കാണ് കിടക്കുന്നത്. അപ്പോൾ അതിന് ശേഷം മാത്രമായിരിക്കും നമ്മുടെ ഈ വർക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ കൂടുതലും കുറച്ച് കോർപ്പറേഷൻ അതിർത്തി വരുന്നുണ്ട്. അതിനുശേഷം പിന്നെ അവിടെ നിന്ന് മിക്കവാറും ഈ അറ്റം വരെയും ഏകദേശം നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. അത് നമ്മളെല്ലാവരെയും വിളിച്ച് ഉദ്യോഗസ്ഥരെ കാണിച്ചിട്ടുള്ളതുമാണത്. ഇപ്പോൾ ഒരു 5 വർഷം മുമ്പായിട്ടാണ് നമ്മുടെ എൻ്റെ ഡിവിഷനിൽ തന്നെ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ട് കൗൺസിലർ സുരേഷ് ബാബു വരുന്ന സമയത്തായിരുന്നു അത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ സംഭവിച്ചിട്ട് ഒരു 6 മാസത്തോളം കടന്നതിന് ശേഷം മാത്രമാണ് ആ വർക്ക് നമുക്ക് ചെയ്ത് കിട്ടാൻ സാധിച്ചത്. അപകട സാധ്യത നമുക്ക് എന്തായാലും ഉണ്ട്. ഇത് MLA ഫണ്ട് ബഹുമാനപ്പെട്ട MLA കെ ബാബു സാറിൻ്റെ വികസന ഫണ്ടിൽ നിന്നാണ് നമുക്കിത് അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് താഴെയുള്ള വർക്കുകൾ ചെയ്യണമെങ്കിൽ ഇൻലാൻഡ് വാട്ടർ അതോറിറ്റിയുടെ ജലപാതയുടെ ഇത് നമുക്ക് എന്തായാലും ആവശ്യമാണ്. അപ്പോൾ നമുക്ക് അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ വർക്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അല്ല, ഓൾറെഡി ഇവിടെ ഉള്ളതായിരുന്നു, ഫുട്പാത്ത് ഉള്ളതാണത്. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയെന്ന് മാത്രം ഉണ്ടായിരുന്നു. ഓൾറെഡി ഇവിടെ ഫുട്പാത്തും ഉള്ളതാണ്. കൈവരി മാത്രമാണ് അഡീഷണൽ ആയിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു ഇത് വന്നത്. കാരണം അത് കൈവരിയുടെ ഇപ്പോൾ പല സമയങ്ങളിലും ആളുകൾ ഇവിടെ ഒരുപാട് സഞ്ചാരയോഗ്യമായ സ്ഥലമാണ്. അപ്പോൾ ഒരുപാട് വണ്ടികളെല്ലാം പോകുമ്പോഴേക്കും പെട്ടെന്ന് ഒരു അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടിട്ടാണ് നമ്മൾ ആ കൈവരി ഉടനെ നിർമ്മിക്കണമെന്നുള്ള ആവശ്യം അത് നാട്ടുകാരടക്കം എല്ലാവരും ആവശ്യപ്പെട്ടിട്ട് നമ്മളത് ഉടനെ ചെയ്യേണ്ട ഒരവസ്ഥ വന്നത്. ഒരവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്കത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളൊട്ടും ഇത്രയും നമ്മൾ എന്തായാലും പ്രതീക്ഷിച്ചില്ല. കാരണം ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് കൂടിയാണ് ഈ കൂടുതൽ അപകടത്തിലോട്ട് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. 62 ലക്ഷം രൂപ, അതായത് 2-ാം ഡിവിഷൻ തുടങ്ങി 4-ാം ഡിവിഷൻ്റെ പകുതി ഒരു 1/4 ഭാഗം വരെയുണ്ട്. പിന്നെ 5-ാം ഡിവിഷനിലോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് എൻ്റെ ഡിവിഷൻ 4ആണ്. അത് 4-ാം ഡിവിഷൻ്റെ പകുതി വരെയും അത് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോഴേക്കും ഫണ്ട് തീർന്നായിരുന്നു. ഇത് വെളുപ്പിന് 5 മണിക്കാണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ ചരിഞ്ഞ് വീണു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ മരങ്ങളൊക്കെ വലിച്ച് വീഴുകയാണ്. അതാണ് സംഭവിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ അടി ശരിക്കും ഉറപ്പില്ല. അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഈ വാരങ്ങൾ കയറ്റി പണിതേക്കണം. അതിൻ്റെ ഇതുകളാണ് ഈ സംഭവിച്ചത്. ഇവിടുന്ന് അവിടം വരെ ഇത് തന്നെയാണ് കണ്ടീഷൻ. പിന്നെ ഈ മരങ്ങളും വെച്ചേക്കണം. അപ്പോൾ കാറ്റടിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ വന്ന് ആ കട ഇതല്ലേ, ആ ഇതുകളുടെ കുഴപ്പങ്ങൾ കൊണ്ടിട്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇതാണ് ഇതിൻ്റെ ബാർജുണ്ട്. ബാർജ് ഒരു ദിവസം എങ്ങനെയായാലും 4-എണ്ണം 5-എണ്ണം പോകുന്ന. അതെ, റിഫൈനറിക്ക് നമ്മുടെ എറണാകുളത്തുനിന്ന് ലോഡും കയറ്റി പോകുന്ന. ഇപ്പോൾ ഒരു ബാർജ് ട്രെയിലടിച്ചാൽ കാലി വണ്ടിയാണ് ഇപ്പോൾ പോയത്. ഇപ്പോൾ നിൽക്കുമ്പോൾ പോയില്ലേ, അത് ട്രെയിലടിച്ചതാണ്. അതെന്താണെന്നുള്ള അറിയാൻ വേണ്ടി ഇതാണ്. ബാർജ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ മഴയും വന്നിട്ട് ബാർജ് ഓടി തുടങ്ങി ഇത് ഇടിഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ ടൈല് വെച്ചാണൊക്കെ പഞ്ചായത്താണ്. അല്ല, പഞ്ചായത്താണ് നമ്മുടെ മരട് പഞ്ചായത്ത്. അതെ, ഇപ്പം മുനിസിപ്പാലിറ്റി എന്ന് പറയും. മരട് പഞ്ചായത്ത് ചെയർമാൻ ആൻ്റപ്പൻ അവർ ആണ് ഇപ്പം ചേർന്ന്. അപ്പുറത്താണെങ്കിൽ പിള്ളേർക്ക് എല്ലാവർക്കും കളിക്കാനുള്ള എക്സസൈസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ട് ഇനിയും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമാണത്.
ഇത് കുഴപ്പം തന്നെ. ഇനിയിപ്പോൾ നല്ല മഴ പെയ്താൽ ഇത് ഇടിഞ്ഞു പോയി ഇതുണ്ട്. വീടുകളൊക്കെ അടുത്തടുത്തല്ലേ, മുഴുവൻ വീടുകളടുത്ത ഈ മണ്ണ് അടിയിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ വീടിനൊക്കെ ദോഷം ചെയ്യും. സകല വീടുകൾ, ഈ അരിവത്തുള്ള സകല വീടുകളും അപകടത്തിൽപ്പെടും. ഭയങ്കരമായ ഡേഞ്ചേഴ്സാണ്. അതാണ് എത്രയും വേഗം അവരുടെ അധികാരിപ്പെട്ടവർ വന്ന് ഇത് ചെയ്താൽ ഇവിടെയുള്ള കുടുംബങ്ങൾക്ക് സേഫ്റ്റിയാണ്. ഇതില്ലെങ്കിൽ ഭയങ്കരമായ ബുദ്ധിമുട്ട് നേരിടും. അതാണ് സംഭവം. വാഹനങ്ങൾ നിറച്ചും വാഹനങ്ങൾ വർക്ക് ചെയ്യാറുണ്ട് ഇവിടെ. എന്തോരം വാഹനമെന്നറിയോ. പിന്നെ ഈ മാർക്കറ്റിലെ വണ്ടിക്കാർ ഈ മറ്റേ ഇതെല്ലാം ഇതിലല്ലേ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ഭാരം ഇതിൽ കയറാൻ പാടില്ല. ഇത് ഭാരമുണ്ട്. അതിൻ്റെയൊക്കെ ഇതാണ് ഇത് സംഭവിക്കുന്നത്.